അങ്ങനെ ടിക്കുവിനും മക്കുവിനും ഞാൻ ഓണസദ്യ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിക്കട്ടെ ഇനി അവർ. അപ്പോൾ ഇവിടെ കറണ്ട് പോയത് കാരണം ലൈറ്റിങ് കുറവാണ്. അപ്പം പെട്ടെന്ന് കറണ്ട് പോയി. അപ്പോൾ അവർ എന്താ ടിക്കു എന്താ കഴിക്കാതിരിക്കണം? കഴിച്ചോ. മമ്മിക്ക് ഇരിക്കണം. വേഗം കഴിച്ചോ. ടിക്കുവിന് എന്താ ഒരു മടി പോലെ കഴിക്കാൻ? ആരും ഇല്ലാത്തതുകൊണ്ടാണോ ടിക്കുവിന് കഴിക്കാനൊരു മടി പോലെ? മടിക്കണ്ട, വാവ കഴിച്ചോ. ടിക്കു കഴിച്ചോ. വേഗം കഴിച്ചോ. ഫുഡ് കഴിച്ചോ അമ്മ? മുത്ത് കഴിച്ചോ? കഴിച്ചോ. പിണങ്ങി പോവല്ലേ, കഴിക്ക്. എന്തിനാ ദേഷ്യപ്പെടണത്? മമ്മി ഇരിക്കും. മക്ക കണ്ടോ വേഗം കഴിച്ചങ്ങനെ ഇരിക്കുന്നുണ്ട്. വലിയ ഇലയും കിട്ടിയില്ല, ചെറിയ ഇല ആയിപ്പോയി കിട്ടിയത്. അപ്പോൾ ചെറിയ ഇലയെങ്കിൽ ചെറിയ ഇല, അവർക്ക് സദ്യ കൊടുക്കണമല്ലോ. അതുകൊണ്ട് അവരെ ഫുഡാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. അവർ വെജിറ്റബിൾസ് എല്ലാം വെച്ച് കൊടുത്താൽ അത് അവർ തലയിട്ട് പോലും നോക്കൂല, കഴിക്കാതെ എഴുന്നേറ്റ് പോകും. അപ്പോൾ ഞാൻ അവരെ ഫുഡ് തന്നെ ഉണ്ടാക്കി. അതുകൊണ്ട് ഇതാ നമ്മുടെ പുഷ്പി അടിച്ച് പൊളിച്ച് കഴിച്ച് ഇല കാലിയാക്കി. ടിക്കു അങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. അപ്പം അങ്ങനെ അവർ തിരുവോണം ഹാപ്പി ആയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ട് ആഘോഷിക്കുകയാണ്. കഴിക്കട്ടെ. പുഷ്പി ഇല ഫുള്ളും കഴുകി തിളച്ച് തിന്ന് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ ടിക്കുമോള് പതുക്കെ കഴിക്കുള്ളതാണ്. അവൾ എന്ത് കൊടുത്താലും സ്ലോ ആയിട്ടേ കഴിക്കുകയുള്ളൂ, പുഷ്പിയെ പോലല്ല. കറണ്ട് പോയതുകൊണ്ട് ഞങ്ങൾക്കൊരു ഇൻട്രസ്റ്റിംഗ് പോയി. എന്താ വെച്ചാൽ കറണ്ട് ഉണ്ടെങ്കിൽ ആ നല്ല വെട്ടത്ത് അവരെ ഇരുന്നെല്ലാം വെച്ച് കൊടുക്കുകയായിരുന്നു. പക്ഷേ കറണ്ട് ഇല്ലാതായിപ്പോയി. പൂക്കളെല്ലാം അവരൊരു കോലം ആക്കി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചിട്ട്. അത് സാരമില്ല. ഇനി അങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. പുഷ്പി കഴിച്ച് കഴിഞ്ഞോ? പുഷ്പി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പുഷ്പിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. പുഷ്പിക്ക് പുറത്ത് കിടന്നത് ശീലമായിപ്പോയി. ഞാൻ പിന്നെ തിരുവോണം ആയതുകൊണ്ട് പുഷ്പിനെ അങ്ങോട്ട് കയറ്റി ഇരുത്തിയതാണ്. കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് പുറത്തോട്ട് പോകണം. ഒരു കാരണവശാലും ഇവിടെ ഇരിക്കില്ല. അപ്പം പുറത്ത് തന്നെ ഇങ്ങനെ കിടക്കലല്ലേ. അതുകൊണ്ട് പിന്നെ വല്ലപ്പോഴുമാണ് ഞാനിങ്ങനെ അകത്തോട്ട് കയറ്റി ഇരുത്താറുള്ളത്. അങ്ങനെ ടിക്കുമോളും നമ്മുടെ ഓണം ആയിട്ടുള്ള ഫുഡ് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ടിക്കുമോള് കഴിക്കിട്ടാ എന്നാലേ പുഷ്പിക്ക് പോകണോ പുറത്തോട്ട്? നമുക്കിനി ചേച്ചിയും ചേട്ടനും അച്ഛനൊക്കെ വന്ന് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് എല്ലാം ചെയ്യാട്ടാ. ഇപ്പം നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഉള്ളത് വെച്ചിട്ട് നമുക്കങ്ങനെ ആ സൗകര്യത്തിലുള്ള ഓണാഘോഷ പരിപാടി അങ്ങനെ നടന്ന്